നമ്മുടെ വിഷു സ്പെഷ്യൽ ഉടുപ്പിൻ്റെ പിന്നാമ്പറ വീഡിയോസാണിത് കേട്ടോ. അപ്പം നമുക്ക് സാധാരണ വിഷുവിനും ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിലേക്ക് ഓർഡർ വരുമ്പോഴത്തേന് നമുക്ക് തയ്ക്കാൻ ആളുണ്ടായിരുന്നു. അങ്ങനെ തയ്ച്ച് നമ്മൾ കൊറിയർ ചെയ്യാറാണ്. ഇപ്പം നമുക്ക് വിഷുവിന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്തപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഓർഡർ ആയിരുന്നു ഇതെനിക്ക് അറിയാവുന്ന ഒരാളുടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് വരേണ്ടി വന്നു. അങ്ങനെ ഈ തയ്യൽ ഞാൻ തന്നെ തയ്ക്കേണ്ട ഒരവസ്ഥയിലായതുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. ട്രൈ ചെയ്ത് അത് ഞാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ നെക്കൊക്കെ അതായതുകൊണ്ടും 1.5 വയസ്സിൻ്റെ ഉടുപ്പായിരുന്നു. അപ്പോൾ അത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടൈം എടുത്ത് സാവകാശമാണ് തയ്ച്ചതും. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വീണ്ടും തയ്യൽ പരിപാടി ഇങ്ങനെ തുടങ്ങി വന്നതല്ലേ ഉള്ളൂ. പിന്നെ പുറത്ത് കൊടുക്കേണ്ടതുകൂടെ ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് തയ്ച്ചു വന്നപ്പോഴത്തേന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അതിനകത്ത് എനിക്ക് എപ്പോഴും തയ്ക്കുന്നതിനേക്കാൾ നല്ല തയ്യൽ വൃത്തിയും നല്ല രീതിയിൽ ഒക്കുകയും ചെയ്ത ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് തയ്ച്ചത് കൊണ്ടാണ്. ധൃതിക്കൊക്കെ തയ്ക്കുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ആയിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് തയ്ച്ചപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് തയ്ച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഫ്ലോപ്പും വന്നിട്ടില്ല. അല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അത് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ, എൻ്റെ ഒരു എഫേർട്ട് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്ത് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, നമുക്ക് ഈ ഉടുപ്പ് വിഷുവിന് ഇഷ്ടപ്പെട്ടവർ, അതായത് ഓർഡർ തരണമെന്നുള്ളവർ DM ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ wow.wearൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താലും മതി. ഇതിൽ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ വീഡിയോ നോക്കിയപ്പോഴാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അത് നമ്മൾ ആദ്യമേ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയത് കേട്ടോ. അതിനകത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് മുകളിൽ വെച്ചിരിക്കുന്നത്, കുഞ്ഞിന് വെച്ചിരിക്കുന്നത്, ഉടുപ്പ് സ്കേർട്ടിൽ വെച്ചിരിക്കുന്നത്. അത് ഞാൻ കെട്ട് വെക്കാം, പിന്നെ കൊളുത്തൊക്കെ വെക്കാമെന്ന് വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇടാൻ കംഫർട്ടബിൾ ഇലാസ്റ്റിക് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇലാസ്റ്റിക്കാണ് അത് വെച്ചത്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുത്തില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ എടുത്തിട്ടില്ല എന്നുള്ളത് തോന്നിയത്.